അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലത്ത് അതായത് 2000-ലാണ് കോൺഗ്രസിനെ പിളർത്തി മനോഹർ പരീക്കറിന്റെ നേതൃത്വത്തിൽ ആദ്യമായി BJP ഗോവയിൽ സർക്കാർ രൂപീകരിച്ചത്. പിന്നീട് 2 വട്ടം കോൺഗ്രസ് ഗോവയിൽ അധികാരത്തിൽ വന്നെങ്കിലും 2012 മുതൽ തുടർച്ചയായി കഴിഞ്ഞ 14 വർഷക്കാലമായി BJP ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. 2017-ൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ആം ആദ്മി പാർട്ടി പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചത് കാരണം ഒറ്റക്ക് ഭൂരിപക്ഷം നേടുവാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അമിത്ഷാ കുതിരക്കച്ചവടം നടത്തി BJPയുടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 2022-ൽ എത്തിയപ്പോൾ വെറും 33% വോട്ട് മാത്രം ലഭിച്ച BJP ഒറ്റക്ക് കേവല ഭൂരിപക്ഷം നേടുകയായിരുന്നു. കോൺഗ്രസ് സഖ്യം 25% വോട്ട് നേടിയപ്പോൾ തൃണമൂൽ കോൺഗ്രസും മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടിയും ചേർന്നുള്ള സഖ്യം 13%വും ആം ആദ്മി പാർട്ടി 6% നേടി കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന പണിയാണ് ചെയ്തിരിക്കുന്നത്. റവല്യൂഷണറി ഗോവൻസ് പാർട്ടി 10%-നടുത്ത് വോട്ടുകൾ പിടിച്ചു. അധികാരത്തിലെത്തിയ BJP പ്രതിപക്ഷ MLA-മാരെ വിലക്കെടുത്ത് തങ്ങളുടെ അധികാരത്തെ ശാക്തീകരിക്കുവാനാണ് ശ്രമിച്ചത്. 2022 ഇലക്ഷന് ശേഷം മമതാ ബാനർജി ഗോവയിലെ തങ്ങളുടെ രാഷ്ട്രീയ മോഹം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടി വീണ്ടും പ്രതിപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുവാനുള്ള പണി നടത്തുകയും ചെയ്തു. എന്നിട്ടും ഇക്കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 MLA-മാരുള്ള ആം ആദ്മിക്ക് വിജയിപ്പിക്കുവാൻ കഴിഞ്ഞത് വെറും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ മാത്രമായിരുന്നു. സംസ്ഥാനത്ത് BJPയുടെ എതിരാളി കോൺഗ്രസ് മാത്രമാണെന്ന് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. താൻ പ്രചരണം നടത്തിയിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാര്യമായ വിജയം ഉണ്ടാകാത്തതിൽ നിരാശനായ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അമിത് പലേക്കറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിൽ പ്രതിഷേധിച്ച് അമിത് പലേക്കറിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും അതുപോലെ തന്നെ 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസുമായി ചേർന്ന് സഖ്യമുണ്ടാക്കണമെന്ന് പാർട്ടിക്കകത്ത് തങ്ങൾ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ അരവിന്ദ് കെജ്രിവാൾ അതിനെ തടസ്സം നിന്ന് അദ്ദേഹം BJPയെ സഹായിക്കുവാനാണ് ശ്രമിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അമിത് പലേക്കർ സംസാരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം പോലും വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മുന്നണിയുമായി സഹകരിക്കുവാനാണ് സാധ്യത കൂടുതലുള്ളത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ തനിക്കുണം ഇതോടെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഡൽഹിയിലും അതുപോലെ തന്നെ പഞ്ചാബിലും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നതിൽ നിർണായക ശക്തി ആം ആദ്മി പാർട്ടി തന്നെയായിരുന്നു. പിന്നീട് ഗുജറാത്തിലും അതുപോലെ തന്നെ ഇങ്ങ് ഗോവയിലും കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഡൽഹി BJPക്ക് നൽകിക്കഴിഞ്ഞു ആം ആദ്മി പാർട്ടി. അത്തരത്തിൽ കോൺഗ്രസിന് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ആ ഒരു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾക്ക് തുരങ്കം വെക്കുന്ന ഒരു ഏർപ്പാടാണ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു പോരുന്നത്. പലയിടങ്ങളിലും മജ്ലിസ് പാർട്ടിയുടെ OWൈസി എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ നടപ്പാക്കുന്നത്. ഈ 2 പാർട്ടികളും BJPക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ കെജ്രിവാളിനെതിരെ കേസുകൾ ഒന്നും തന്നെ തിടുക്കപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്രം താല്പര്യപ്പെടുന്നില്ല. അത് തന്നെ ഒരു അന്തർധാര സംശയിപ്പിക്കുന്നതാണ്. എന്തായാലും കെജ്രിവാൾ എന്താണ് എന്നുള്ളത് ഗോവയിലെ ആം ആദ്മി നേതാക്കൾ തന്നെ തുറന്നു കാണിക്കുകയാണ്. അഴിമതി കുടിൽ വ്യവസായമായി മാറിക്കഴിഞ്ഞ ഗോവയിലെ മുഴുവൻ അഭിനവ റോബിൻഹുഡ്മാരും ഇപ്പോൾ BJPയിലാണ്. കയ്യിലുള്ള അഴിമതി പണം കൊണ്ട് മാത്രം ജയിക്കുവാൻ കഴിയുന്ന ഒരുപാട് MLA-മാർ ഇപ്പോൾ BJPയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആം ആദ്മി പാർട്ടിയിലെ അസംതൃപ്തരെയും റവല്യൂഷണറി ഗോവൻസ് പാർട്ടിയെയും കൂടെ കൂട്ടി ഇപ്പോൾ കൂടെയുള്ള ഗോവ ഫോർവേഡ് പാർട്ടിയെയും കൂടി ഉൾപ്പെടുത്തി ഒരു മുന്നണിയായി മുന്നോട്ട് കൊണ്ടുപോയി BJPയെ നേരിടുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ പോയാൽ എത്ര റോബിൻഹുഡ്മാർ കൂടെയുണ്ടെങ്കിലും 2027-ൽ BJPയുടെ പാദയാത്ര സുഖകരമാവില്ല.